എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസിന്റെയും ഫ്രെയിംസിന്റെയും അനാലിസിസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇതൊരു ഐട്രേറ്റീവ് മെത്തേഡാണ്. ഐട്രേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരേ സ്റ്റെപ്സ് ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ചെയ്ത് നമ്മൾ ആക്ച്വൽ വാല്യൂവിനോട് ക്ലോസർ ആയിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് എത്തും. അതാണ് ഐട്രേഷൻ എന്ന് പറഞ്ഞാലുള്ള ഒരു മീനിങ്. ഇതൊരു ഐട്രേറ്റീവ് മെത്തേഡാണ്. ഇത് സോഫ്റ്റ്വെയർസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇതൊരു ഈസി മെത്തേഡാണ് ബേസിക്കലി. പിന്നെ എത്രയോ ലെങ്ത് ഉള്ള ബീം ആണെങ്കിലും എത്ര സ്പാനുള്ള ബീം ആണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ആ സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ആദ്യം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, ഫിക്സ്ഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കുക, പിന്നെ ഇത് രണ്ടും ഉപയോഗിച്ച് ആക്ച്വൽ ആയിട്ടുള്ള എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കുക. അത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വെച്ചിട്ടാണ്, ഐട്രേഷൻ എന്നുള്ള പ്രൊസീജിയർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ എൻഡ് മൊമെന്റ്സും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ്സും ആഡ് ചെയ്തിട്ട് ഫൈനൽ ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കും. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ ഓരോ ബീമിന്റെയും അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ സ്പാനിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുത്തതിന് ശേഷം നമ്മൾ അതിന് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കും. അതിന് ശേഷം ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കും. ഇതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിക്സ്ഡ് മൊമെന്റ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയണം. ബേസിക് ആയിട്ടുള്ള ലോഡിംഗ് കണ്ടീഷൻ ആണ്. ഇപ്പോൾ സെൻട്രൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ലോഡ്, അതുപോലെ തന്നെ UDL എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ലോഡ്. അപ്പോൾ നമുക്കറിയാം ഈ കേസിൽ WL/8 അല്ലെങ്കിൽ PL/8 ആണ് വരിക. ഈ ഭാഗത്ത് ആന്റി ക്ലോക്ക് വൈസും ഈ ഭാഗത്ത് ക്ലോക്ക് വൈസും ആണ് ഉണ്ടാവുക. ഇതുപോലെ തന്നെ ഇവിടെ WL²/12 ആണ് രണ്ട് സൈഡിലും വരിക. ഇവിടെ PAB²/L² ഇവിടെ PA²B/L² ആണ് വരിക. ദീസ് ആർ ദി ഫിക്സ്ഡ് moments for the basic. there is a loading stiffness. ഇപ്പം എന്താണ് സ്റ്റിഫ്നെസ് എന്ന് നമുക്കറിയണം. ബേസിക്കലി സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീമിൽ 1 റേഡിയൻ റൊട്ടേഷൻ കൊടുക്കാനായിട്ട് ആ ബീമിൽ എത്രത്തോളം മൊമെന്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്, ആ മൊമെന്റിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയാം. ദാറ്റ് ഈസ് റൊട്ടേഷണൽ സ്റ്റിഫ്നെസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് 1 റേഡിയൻ റൊട്ടേഷൻ ആണെങ്കിൽ ഇത്രയും മൊമെന്റ്. സോ ഒരു 5 റേഡിയൻ റൊട്ടേഷൻ ആണെങ്കിൽ 5 ഇൻറ്റു ഇത്രയും എമൗണ്ട്. അതായിരിക്കും അതിന്റെ മൊമെന്റും അതുപോലെ സ്റ്റിഫ്നെസ്സും തമ്മിലുള്ള ബന്ധം. ബേസിക്കലി സ്റ്റിഫ്നെസ് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ബീം എത്രത്തോളം സ്റ്റിഫാണ് അല്ലെങ്കിൽ ഒരു ബീം എത്രത്തോളം ഹാർഡാണ് അല്ലെങ്കിൽ അതിന് എത്രത്തോളം വളയാനായിട്ട് വിമുഖതയുണ്ട് എന്നതിന്റെ ഒരു മെഷർമെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്റ്റിഫ്നെസ് ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഓരോ ബീമിലുമുള്ള സ്റ്റിഫ്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ സെക്ഷൻസിലും അതുപോലെ തന്നെ ഒരെൻഡ് ഫിക്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിലും നമുക്ക് സ്റ്റിഫ്നെസ്സിനെ 4EI/L എന്ന് എഴുതാൻ പറ്റും. അതാണ് അതിന്റെ സ്റ്റിഫ്നെസ്. കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഒരു ഫാർ എൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൈഡ് ഫിക്സ്ഡ് അല്ലാത്ത ഹിഞ്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള എൻഡുള്ള ഒരു സ്പാനിന്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ ആ സ്പാനിന്റെ സ്റ്റിഫ്നെസ് 3EI/L ആയിരിക്കും. ഈ ഒരു കേസിൽ ഇവിടെ ഫിക്സ്ഡ് ആയതുകൊണ്ട് 4EI/L, ഇവിടെ ഫിക്സ്ഡ് ആയതുകൊണ്ട് 4EI/L വന്നു. ഇതൊരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്പാൻ ആണ്. ശരിക്കും ഇതിന്റെ രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആണ്. എന്നാൽ കൂടിയും ഇപ്പുറത്ത് വേറെ എൻഡ് കണ്ടിന്യൂസ് എൻഡ് ഉള്ളത് കൊണ്ടും ഇവിടെ വേറൊരു കണ്ടിന്യൂസ് സ്പാൻ ഉള്ളത് കൊണ്ടും ഇതും നമ്മൾ 4EI/L ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ക്യാരി ഓവർ ഫാക്ടർ എന്ന് പറയാം. ശരിക്കും ക്യാരി ഓവർ ഫാക്ടർ ബേസിക്കലി ഒരു റേഷ്യോ ആണ്. ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള മൊമെന്റ് ഡിവൈഡഡ് ബൈ എത്രത്തോളം മൊമെന്റ് കൊടുത്തു എന്നുള്ളതാണ്. ഈ റേഷ്യോ സാധാരണ 1/2 ആണ് വരിക. അപ്പൊ നമ്മൾ ഇവിടെ ഒരു മൊമെന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മൊമെന്റ് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും ഇതിന്റെ പകുതി ആയിരിക്കും. അതാണ് ക്യാരി ഓവർ ഫാക്ടർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളിവിടെ ഒരു മൊമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ഒരു മെമ്പറിലേക്ക് OA എന്ന് പറയുന്ന മെമ്പറിലേക്ക് എത്രത്തോളം മൊമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുമെന്നുള്ളതാണ് ബേസിക്കലി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു കാര്യത്തിലേക്ക് ഇപ്പൊ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ കുറച്ച് അരിയാണ് കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ 4 പേരുണ്ട്. അപ്പൊ 4 പേർക്കും പല സൈസിലുള്ള ആൾക്കാരാണെങ്കിൽ 4 പേർക്കും ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ അധികം കൊണ്ടുപോകും,
കുറച്ച് ആൾക്കാർ ചിലപ്പോൾ കുറച്ചേ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും അവർ ആ ലോഡ് ക്യാരി ചെയ്യുക. അതുപോലെ തന്നെയാണ് ബീംസും അല്ലെങ്കിൽ ഒരു ഫ്രെയിംസിലത്തെ എലമെന്റ്സും. അതിന്റെ ലെങ്ത്, അതിന്റെ സ്റ്റിഫ്നെസ്, അതിന്റെ എൻഡ് കണ്ടീഷൻ, ഇതിനൊക്കെ അനുസരിച്ച് അതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ മൊമെന്റ് എടുക്കുന്ന കപ്പാസിറ്റിയും മാറും. ഈ ഒരു ഇത് നോക്കാം, ഈ ബീം വളരെ ചെറുതാണ്, ഈ ബീം കുറച്ചും കൂടി വലുതാണ്, ഇത് രണ്ടും വളരെ വലുതാണ് അല്ലെ. ഇതിന്റെ ഒരു എൻഡ് ഹിഞ്ച്ഡ് ആണ്, ഇതിന്റെ എൻഡ് ഒക്കെ ഫിക്സ്ഡ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഇതിന് ഓരോന്നിനും ഓരോരോ സ്റ്റിഫ്നെസ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു മൊമെന്റ്, നമ്മളിപ്പോ ഒരു 100 kN എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരും 25 വെച്ച് എടുക്കണം എന്ന് നിർബന്ധമില്ല. ഒരാൾ ചിലപ്പോൾ 10 ആയിരിക്കും, മറ്റേ ആള് 50 ആയിരിക്കും, ഒരാള് 30 ആയിരിക്കും, ബാക്കിയുള്ള ആള് 10 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ആയിരിക്കും എടുക്കുക. അപ്പോൾ അതിന്റെ ഒരു ഫാക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ബേസിക്കലി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഈ ഒരു ബീമിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ എല്ലാത്തിന്റെയും കൂടി സ്റ്റിഫ്നെസ് ആഡ് ചെയ്തത് എന്നുള്ളൊരു നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അതാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ഒരു എം എന്ന് പറയുന്ന ഒരു മൊമെന്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊമെന്റിനെ ഇവർ 4 പേരും 4 ആയി സ്പ്ലിറ്റ് ചെയ്യും. MOA, MOB, MOC ആൻഡ് MOD. ഇനി ഇങ്ങനത്തെ ഒരു ജോയിന്റ് ആയതുകൊണ്ട് ഈ ഒരു ജോയിന്റിൽ നമ്മളൊരു റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലത്തെ എല്ലാ ബീംസും ഈക്വൽ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. അതായത് കുറച്ചുകൂടി ക്ലിയർ ആയി പറഞ്ഞാൽ, ഈ റൊട്ടേഷൻ കൊടുക്കുന്നതിന് മുന്നും റൊട്ടേഷൻ കൊടുക്കുന്നതിന് ശേഷവും രണ്ട് മെമ്പർമാർ തമ്മിലുള്ള ആംഗിൾ റിമെയിൻ സെയിം. അതായത് ഈ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ ഓരോ മെമ്പർമാരും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ബെൻഡ് ചെയ്തതിന് ശേഷവും അത് 90 ഡിഗ്രി തന്നെ ആയിരിക്കണം. അതുപോലെയാണ് ഇത് ബെൻഡ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോന്നും തീറ്റ റേഡിയൻ വെച്ചിട്ടാണ് ബെൻഡ് ചെയ്യുക. ഓക്കെ, ബെൻഡ് ചെയ്യല്ല, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഓരോരുത്തരും എടുക്കുന്ന മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിഗ്രി അല്ലെങ്കിൽ 1 റേഡിയൻ തിരിയാനായിട്ട് ഇത്രയും കെ എന്ന് പറയുന്ന അത്രയും മൊമെന്റ് വേണം. സോ തീറ്റ എന്ന് പറയുന്ന അത്രയും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെ ഇൻറ്റു തീറ്റ. സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോഗ്രാം അരിക്ക് 10 രൂപയാണെങ്കിൽ 5 കിലോ അരിക്ക് 5 ഇൻറ്റു 10 എന്ന് പറയുന്ന പോലെ ആണ് സ്റ്റിഫ്നെസിന്റെ കേസ്. ഒരു റേഡിയൻ തിരിയാനായിട്ട് കെ എന്ന് പറയുന്ന അത്രയും മൊമെന്റ് വേണം. സോ ഇവിടെ തീറ്റ റേഡിയൻ റൊട്ടേറ്റ് ചെയ്തു. സോ തീറ്റ ഇൻറ്റു കെ അത്രയും മൊമെന്റ് ആണ് ഒരു മെമ്പർ എടുക്കുക. ഇപ്പോൾ MOA എന്ന് പറയുന്ന ഇതിലേക്ക് വരുന്ന മൊമെന്റ്. അതുപോലെ ഓരോരുത്തരും എടുക്കുന്ന മൊമെന്റ് ഇങ്ങനെയായിരിക്കും. ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് M കിട്ടുകയും ചെയ്യും. സോ ഇപ്പൊ ഇതിന്റെ മാത്രം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇതെടുക്കുന്ന മൊമെന്റ് ദാറ്റ് ഈസ് MOB ഡിവൈഡഡ് ബൈ ടോട്ടൽ M എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റിലേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ദീസ് ആർ ദി സ്റ്റെപ്സ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഓരോ ജോയിന്റിലും ഉള്ള മെമ്പർമാരുടെ സ്വഭാവവും അവരുടെ എൻഡ് കണ്ടീഷനും അവരുടെ സ്റ്റിഫ്നെസ്സും ഒക്കെ അനുസരിച്ച് അവരെടുക്കുന്ന കോൺട്രിബ്യൂഷനെയാണ് പറയുക. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് നമുക്കറിയാം. അപ്പോൾ ദീസ് ആർ ദി സ്റ്റെപ്സ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ബീം എടുക്കുകയാണ്. ഇതിന് 2 സ്പാൻ ആണുള്ളത്. ഇവിടെ ഒരെൻഡ് സിംപ്ലി സപ്പോർട്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സ്പാനും ഇവിടെ ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഹിഞ്ച്ഡും ആയിട്ടുള്ള ഒരു സ്പാനും ഉണ്ട്. ഇവിടെ സെൻട്രൽ ആയിട്ട് ഒരു പോയിന്റ് ലോഡ് ഉണ്ട്. ഇവിടെ ഒരു UDL ഉണ്ട്. ലെങ്ത് 5 മീറ്റർ ആൻഡ് 6 മീറ്റർ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2i ആൻഡ് 3i. ആദ്യം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എടുക്കാം. നമ്മൾ ഓരോ ജോയിന്റിനും ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ പറയാം. സോ വി ഹാവ് ടു ടേക്ക് ദി ജോയിന്റ് B. നമുക്ക് ജോയിന്റ് B എടുക്കാം ആദ്യം തന്നെ. Then we have 2 members here, that is BA and BC. We have 2 members BA and BC. ഇനി ഇത് ഈ ഒരു അറ്റം ഫിക്സ്ഡും മറ്റേ അറ്റം ഹിഞ്ച്ഡും ആയതുകൊണ്ട് 4EI/L ആണ് ഇതിന്റെ സ്റ്റിഫ്നെസ്. ഇതിന്റെ സ്റ്റിഫ്നെസ് ആണെങ്കിൽ 3EI/L ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐയും എല്ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോന്നിനും നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത വാല്യൂ ആണ് ടോട്ടൽ സ്റ്റിഫ്നെസ് 3.1 EI എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ദിസ് വാല്യൂ ഡിവൈഡ് ബൈ ദിസ് വാല്യൂ ഫോർ BA ആൻഡ് ദിസ് വാല്യൂ ഡിവൈഡ് ബൈ ദിസ് വാല്യൂ ഫോർ BC. അപ്പൊ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടി. ഇനി ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ഈ ഒരു എൻഡിലത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആണ്. ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0 ആണ്. നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം.
അപ്പോൾ ഇതൊരു സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആയതുകൊണ്ട് WL/8 ആണ്. ഇവിടുത്തെ ആന്റി ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ. നമുക്കറിയാം ഇത് ഹോഗിങ് മൊമെന്റ്സ് ആണ്. ഓൾ ഫിക്സ്ഡ് മൊമെന്റ്സ് ആർ ഹോഗിങ് ഇൻ നേച്ചർ. So this is a negative anti-clockwise. This is a positive because it's clockwise. This is also negative and this is also positive. അതിന്റെ വാല്യൂ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലോട്ട് പോകണം. അപ്പോൾ ദിസ് ഈസ് ദി മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. So this is the joints. We have 3 joints, joint A and joint B and joint C. There is one member in joint A. Joint A ഒറ്റ മെമ്പർ ആണുള്ളത് AB. Joint B യിൽ 2 മെമ്പർ ഉണ്ട്, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും BA and BC. Joint C യിൽ CB. Then distribution factors. ഞാൻ നേരത്തെ പറഞ്ഞതിൽ തെറ്റ് വരുന്നു. ഫിക്സ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് 0 ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അതുപോലെ തന്നെ ഈ ഒരു ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഭാഗത്ത് 1 ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഇനി ബാക്കി BAയുടെയും BCയുടെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. That is 0.52 and 0.48. Then we can write the fixed end moments based on their sign. Okay. So we get minus 62.5 plus 62.5, then minus 150 and plus 150. ഇനി നമ്മളുടെ iteration അല്ലെങ്കിൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ പ്ലസ് 62.5 എന്ന് പറയുന്ന മൊമെന്റ് ഉണ്ട്, ഇവിടെ മൈനസ് 150 എന്ന് പറയുന്ന മൊമെന്റ് ഉണ്ട്. രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. സോ മൈനസ് 87.5. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ജോയിന്റിൽ മൊമെന്റ് ഉണ്ടാവാൻ പാടില്ല നെറ്റ് ആയിട്ട്. സോ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു മൈനസ് 87.5ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. സോ മൈനസ് 87.5 ഇൻറ്റു ഒരു മൈനസ് 1 കൂടി വരും. ആ മൊമെന്റിനെ ഇവിടെ ഇടാൻ പോവാണ്. സോ ആ മൊമെന്റിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സോ മൈനസ് 87.5 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു 0.52 here. Okay, for BA 0.52. So 0.52 into minus 87.5 into minus 1, that is 55.5 plus 55.5. So ഇവിടെ minus 1 into minus 87.5 into 0.48. We get plus 42. These are the two values here. Then we can draw a horizontal line after balancing from left to right. Then we have to carry over. അതായത് ഇവിടെ വന്നിട്ടുള്ള ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ഈ മൊമെന്റിനെ നമ്മൾ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യണം. സോ ഇതിന്റെ പകുതി നമ്മൾ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു. കാരണം ഇത് BAയും ബേസിക്കലി ഒറ്റ മെമ്പറാണ്. സോ ഈ ഒരു ഒറ്റത്തെ മൊമെന്റും ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇപ്പുറത്തേക്ക് ക്യാരി ഓവർ ചെയ്യും. സോ ഇതിന്റെ പകുതി നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, അതുപോലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു എൻഡാണ്, അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു എൻഡാണ്. സോ ഇവിടെ പ്ലസ് 150 എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മൈനസ് 150 കൊടുത്ത് അതിനെ ബാലൻസ് ചെയ്യണം. കാരണം സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ഈ പറയുന്ന മൊമെന്റ് ഉണ്ടാവാൻ പാടില്ല. സോ വി ഹാവ് ടു ക്യാൻസൽ ദിസ് മൊമെന്റ്. സോ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഉള്ള ഒരു ബാലൻസിങ് മൊമെന്റ് കൂടി കൊടുക്കണം. സോ സ്വാഭാവികമായിട്ടും ഇതിന്റെ പകുതിയും കൂടിയും ഈ BCയും CBയും ഒറ്റ സ്പാൻ ആണല്ലോ, അപ്പൊ ഇതിന്റെ പകുതിയും കൂടി ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യും. സോ ഇത് ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു, ഇത് ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു. ഈ പ്ലസ് 42 ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തില്ല. അതിന് കാരണം ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഈ ഭാഗത്തും കൂടി ഫിക്സ്ഡ് ആണെങ്കിൽ ഇതിന് ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യപ്പെടണമായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഇത്രയും മൊമെന്റ്സ് ക്യാരി ഓവർ ചെയ്ത് കിട്ടി. നമുക്ക് ഓരോ ജോയിന്റ് എടുത്ത് വീണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാം. സോ ഹിയർ മൈനസ് 75 പ്ലസ് 0, ദാറ്റ് ഈസ് മൈനസ് 75. ഇനി ഇതിനെ ഒരു മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0.52 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. മൈനസ് 75നെ 0.48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലസ് 39 ആൻഡ് പ്ലസ് 36 എന്ന് കിട്ടും. സോ ബാലൻസിങ് കഴിഞ്ഞു. അഗെയിൻ ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ, ദെൻ ക്യാരി ഓവർ ഹിയർ. ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സിംപ്ലി സപ്പോർട്ടർ അല്ലെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ട് ആയതുകൊണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇത് മൊത്തം കഴിഞ്ഞു. ഇനി നമുക്കിത് മൊത്തം ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ജോയിന്റിലേക്ക് ഇവിടെ നിന്നൊരു മൊമെന്റ് ക്യാരി ഓവർ ചെയ്ത് വന്നിരുന്നുവെങ്കിൽ അതിനെ വീണ്ടും ബാലൻസ് ചെയ്യണമായിരുന്നു. ഓക്കെ, ഇത് അങ്ങനെയൊന്നും വരാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. ഈ ഒരു വാല്യൂ
ഫിക്സ്ഡ് എൻഡ് മൊമെന്റും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വേണ്ട, ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സും ഈ പറയുന്ന മൊമെന്റ്സും ഒക്കെ ആഡ് ചെയ്യാം. സോ വി ഗെറ്റ് -20.25 and here we get +147 and here we get -147 and here we get 0. ഓക്കെ, ഇനി ഈ ഒരു മൈനസ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതും കൂടി നോട്ട് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരിക്കലും സൂചിപ്പിക്കുന്നത് സ്വാഗിങ്ങിനെയോ ഹോഗിങ്ങിനെയോ അല്ല. ഇറ്റ്സ് ജസ്റ്റ് മീൻസ് നെഗറ്റീവ് മീൻസ് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് പ്ലസ് മീൻസ് ക്ലോക്ക് വൈസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് വരയ്ക്കാം? ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഡയറക്ഷൻ കൊടുക്കാം. സോ ഹിയർ എൻഡ് മൊമെന്റ്സ് മൈനസ്, സോ ആന്റി ക്ലോക്ക് വൈസ്. ഹിയർ എൻഡ് മൊമെന്റ് പ്ലസ്, ദാറ്റ് മീൻസ് ക്ലോക്ക് വൈസ്. Here minus, that means anti-clockwise. Here 0, that means clockwise or anti-clockwise. We cannot clockwise at this time. ഈ ഒരു സമയത്ത് നമുക്ക് തൽക്കാലം അത് clockwise എടുക്കാം, 0 ആണല്ലോ. ഓക്കെ, ഇനി ഉള്ള സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇതുവരെ കണ്ടത് മൈനസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒക്കെയാണ്. ഇനി നിങ്ങൾ അതിനെ തിരിച്ചറിയാൻ പോവാണ്, ഫിസിക്കലി നിങ്ങൾ തിരിച്ചറിയാൻ പോവാണ്. ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, then identify its nature, whether it is sagging or hogging. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് നോക്കിയപ്പോൾ ഇവരുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് എഴുതി. നമ്മൾ ഒരുമിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെന്റ് ഇങ്ങനെയും ഈ ഒരു മൊമെന്റ് ഇങ്ങനെയാവുമ്പോൾ ഇത് ഹോഗിങ് ആണ് സംഭവിക്കുക, ബീമിന് ഹോഗിങ് ആണ് സംഭവിക്കുക. സോ ദിസ് വാല്യൂ ആൻഡ് ദിസ് വാല്യൂ ഇസ് ബേസിക്കലി നെഗറ്റീവ്. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ സ്റ്റെപ്പ്. ദെൻ ഹിയർ ഓൾസോ വി ഹാവ് എ ബെൻഡിങ് മൊമെന്റ് ഹിയർ ആൻഡ് ഹിയർ. ദിസ് ഓൾസോ മേക്സ് ദി ബീം ഹോഗിങ്. ഇതും ബീമിനെ ഹോഗിപ്പിക്കുകയാണ് ചെയ്യുക. സോ ദിസ് ഈസ് ഓൾസോ നെഗറ്റീവ്. ഓക്കെ, അപ്പൊ നേരത്തെ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ നേച്ചർ നോക്കിയിട്ട് ഇത് രണ്ടും നെഗറ്റീവ് ആണ്, ഇത് രണ്ടും നെഗറ്റീവ് ആണെന്ന് പറയാണ്. ഓക്കെ, സോ അതിന്റെ ഹോഗിങ് നേച്ചർ നോക്കിയിട്ട് നമ്മൾ എല്ലാത്തിനെയും നെഗറ്റീവ് മൊമെന്റ്സ് ആയിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഓരോന്നിന്റെയും സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ആയിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. നമുക്കറിയാം ഇത് ഹോഗിങ് മൊമെന്റ് ആണ്, ഇത് സാഗിങ് മൊമെന്റ് ആണ്. സോ ഇത് ആഡ് ചെയ്യണം. ദിസ് ഇസ് WL/4 125, WL²/8 225. ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യും. ഇപ്പോൾ രണ്ട് ഫിഗേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് സൈനുള്ള ഫിഗേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബേസിക്കലി അതിനർത്ഥം നമ്മൾ കുറയ്ക്കുക എന്നാണ്. അപ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ക്യാൻസൽ ആയി പോകും. സോ ഹിയർ റിമൈൻസ് ഈ ഒരു വാല്യൂ, ഈ ഒരു വാല്യൂ, ഈ ഒരു വാല്യൂ, ഈ ഒരു വാല്യൂ, ഇതാണ് നമുക്ക് റിമൈൻസ് ചെയ്യുക. സോ ഹിയർ നെഗറ്റീവ് ഹോഗിങ്, ഹിയർ പ്ലസ് സാഗിങ്, ഹിയർ നെഗറ്റീവ് ഹോഗിങ്, ഹിയർ പ്ലസ് സാഗിങ്. ഇതാണ് നമ്മളുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇത് നമുക്ക് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അതിനായിട്ട് നമുക്ക് ഓരോന്നിന്റെയും ഇക്വിലിബ്രിയം നോക്കണം, ഓരോ സ്പാനിന്റെയും. ഫസ്റ്റ് സ്പാൻ എ ബി എടുത്തു, സ്പാൻ എ ആൻഡ് സ്പാൻ B. Total vertical force VAB plus VBA that equal to 100 ആണ് നമുക്കറിയാം. ഇനി moment about A is equal to 0 നമ്മൾ എടുക്കുകയാണ്. സോ -20.25 ആന്റി ക്ലോക്ക് വൈസ് ആയാണ് മൈനസ് എടുത്തത്. Then this 100 into 22.5 positive and 147 is also positive, and here VBA into 5 that is negative, that equal to 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് VBA is equal to 75.35 എന്ന് കിട്ടും. അപ്പോൾ 100 എന്ന് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് VABയും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു AB എന്ന് പറയുന്ന സ്പാനിലെ കിട്ടി. അതുപോലെ BC എന്ന് പറയുന്ന സ്പാൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു VBC പ്ലസ് VCB ഈക്വൽ ടു 300. അത്രയും നമുക്ക് കിട്ടി. മൊമെന്റ് അബൌട്ട് ബി എടുക്കുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ദെൻ ഹിയർ ഇവിടെ ഉണ്ടാക്കുന്ന ഷിയർ ഉണ്ടാക്കുന്നത് നെഗറ്റീവ് ആണ്. സോ -147 പ്ലസ് 50 into 6 into 3 minus VB into VCB into 6, that equal to 0. So നമുക്ക് VCB is equal to 125.5 എന്ന് കിട്ടും. അത് ഈ 300 എന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഓരോ ഫോഴ്സും ഇവിടെയുള്ള ഓരോ വെർട്ടിക്കൽ ഷിയർ ഫോഴ്സും അല്ലെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷനും ഇവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ VAB 24 ആണ്, VBA 75 ആണ്, VBC 174 ആണ്,
ഇവിടെയുള്ള VCB 125 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എഴുതി വയ്ക്കുക. ഓരോ റിയാക്ഷൻസും നമ്മൾ എഴുതി വയ്ക്കുക. ദെൻ സാധാരണ നമ്മൾ വരയ്ക്കുന്ന പോലെ ആദ്യം VAB ലെഫ്റ്റ് അപ്പ് ആയതുകൊണ്ട് പ്ലസ് കൊടുത്തു, ഇങ്ങനെ പോയി ഇവിടം വരെ വന്നു. ദെൻ 100 പെട്ടെന്നൊരു 100 വന്നു. സോ നേരെ താഴത്തേക്ക് പോയി. സോ 24.65 മൈനസ് 100, സോ 75.35 എന്ന് കിട്ടും. അതിന് ശേഷം നമ്മൾ ഇവിടം വരെ വന്നു, 75.35 0 ആയി മാറി. ദെൻ വീണ്ടും 174.5 അതിങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്, അത് വരച്ചു. ഇനി ഇത് UDL ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇതിങ്ങനെ കട്ടാവും. ദെൻ ഹിയർ മൈനസ് 125.5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ